ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൃദുല ഹിന്ദുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, എനിക്ക് സത്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിലല്ല, എൻ്റെ മനസ്സിൽ രാഹുലിനെ ഒഴിവാക്കി തരാനും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഒരു കുരുന്ന ജീവനെ ഞാൻ നശിപ്പിക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ്. അത് കേട്ട ഉടനെ എന്താ നീ പറഞ്ഞു വരുന്നത്? അതെ, രാഹുലിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്ന് സത്യം പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി അങ്ങ് ഇന്ദു ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈ സമയം ഒരിക്കലും എനിക്ക് നീ സ്നേഹിച്ചിരുന്ന നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോകുന്ന രാഹുലിനെ എനിക്ക് വേണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല, നീ തന്നെ എടുത്തോ എന്നുള്ള വാക്ക് മൃദുലക്ക് കൊടുക്കണം കേട്ടോ. ഇതേ സമയം അറിയാതെയാണെങ്കിലും ചതിയനായ ആ രാഹുലിനെ താൻ വിശ്വസിച്ച് പോയി എന്ന ആ ഒരു കുറ്റബോധം മൃദുലയുടെ ഉള്ളിലുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഈ കഥകളെല്ലാം കേട്ടിട്ട് സാവിത്രി ഇങ്ങനെ പൊട്ടിക്കരയണ്ട. സാവിത്രിയുടെ കരച്ചിൽ കേട്ട ഉടൻ തന്നെ എന്ത് പറയണേ, ഈ അമ്മയുടെ ഒരു കാര്യം എന്നിങ്ങനെ എന്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സച്ചിയോടും ഗോകുലിനോടും എന്ത് ചോദിക്കണേ, എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്, ഞാൻ ചെയ്തത് തന്നെയല്ലേ ശരിയെന്ന് സച്ചിയോട് ചോദിക്കുമ്പോൾ സച്ചി ശരിയാണ് മോളെ, നീ ചെയ്താണ്. പക്ഷേ ഇതെല്ലാം മന്ദാകിനി ഒളിച്ചു നിന്ന് കേൾക്കാനുണ്ടോ. മന്ദാകിനിക്കാണെങ്കിലും ഡബിൾ ലോഡ് പെട്ടിയ ആ ഒരു ഫീലാണ്. പിന്നീട് മന്ദാകിനി നേരെ പോകുന്നത് തൻ്റെ മകൻ കിടന്നുറങ്ങുന്നുണ്ടാവും. ഹേമന്ത് പകലുറക്കമാണ് ചെയ്യുന്നത്. അത് കണ്ടുടനെ മന്ദാകിനിയടാ ഹേമന്തേ, ഈ പകലുറക്കം നിർത്തണ മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ എന്താണ് എന്നെ ഇങ്ങനെ പറയുന്നതെന്ന ഭാവത്തിൽ ഹേമന്ത് എണീക്കുമ്പോൾ നീ ഇനി പകലുറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താ അമ്മേ, ഞാനൊന്ന് ഉറങ്ങട്ടെ. എടാ, ഹിന്ദുവിൻ്റെയും രാഹുലിൻ്റെയും ജീവിതം ഇല്ലാതായി, അവർ തമ്മിൽ വേർപിരിയാൻ പോവാണ്. എന്താ അമ്മ പറയുന്നത്? അതേടാ, ഞാനിപ്പോൾ കേട്ടു. ഹിന്ദുവിൻ്റെയും രാഹുലിൻ്റെയും ജീവിതം ഇനി എന്നേക്കുമായി വിട പറയുകയാണത്രേ. കാരണം അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി ഗർഭിണിയാണത്രേ. ഇനി ഗോകുൽ എടുത്ത തീരുമാനം അവളെ രാഹുലിൻ്റെ അടുത്തോട്ട് എത്തിക്കാനാണ്. ഈ ഒരു തീരുമാനം എന്തു അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നീ പകലുറക്കം നിർത്തണടാ, ഇനി നാളെ മുതൽ നീ കോടാനുകോടീശ്വരനാണ്, ഇത്രയും പെട്ടെന്ന് പൂജയ്ക്ക് ഫലം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആ സന്തോഷകരമായ വാക്കുകൾ കേൾക്കുമ്പോൾ ഹേമന്തിനും സന്തോഷമാവാണ്. പിന്നീടാണെങ്കിലും മാഷിനെയാണ് കാണിക്കുന്നത്. മാഷ് ഇങ്ങനെ രാത്രിയിലിരിക്കുമ്പോൾ അനുപമ ചായ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ദയയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പതിവ് പോലെ തന്നെ അവിടുത്തെ വാസന്തിയും തന്നെയാണ് പ്രശ്നം. എന്നോട് ദയ വിളിച്ചു പറഞ്ഞു, എന്തായാലും വാസന്തിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ദയ ഒരുങ്ങിയിരിക്കുകയാണ്, എന്തൊക്കെ കളികൾ അവൾ അവിടെ കളിക്കുന്നുണ്ട് ഇത്രേ എന്ന് മാഷിനോട് പറയുമ്പോൾ കളികളൊക്കെ ആവാം, പക്ഷെ അതിര് കടക്കരുത്. അല്ല അച്ഛാ, അച്ഛൻ അവിടെ പറഞ്ഞു ഇത്രേ നമ്മുടെ മഞ്ചാടിയുടെ 20ാം പിറന്നാൾ പഞ്ചരത്നത്തിൽ വെച്ച് ആഘോഷിക്കുന്നുണ്ടെന്ന്. തീർച്ചയായും ഇനി ലാസ്റ്റിലത്തെ ആഘോഷം അതാണല്ലോ, അവിടെ വെച്ച് ആഘോഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല അച്ഛൻ എന്തോ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു കേട്ടു. ഉണ്ട്, ഞാൻ തീരുമാനം എടുക്കുന്നുണ്ട് എന്തെങ്കിലും മാഷ് പറയാനിട്ട്. എന്താ അച്ഛൻ തീരുമാനം എടുക്കുന്നത്? അതൊരു സർപ്രൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്ന ഒരു ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റാണെങ്കിലും മഞ്ചാടിയോടും കൂടി ഇക്കാര്യം പറയണ്ടേ എന്ന് പറയുമ്പോൾ എൻ്റെ മകൾ ഞാനെടുക്കുന്ന ആ ഒരു തീരുമാനം എതിർക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അവൾ എതിർക്കുകയാണെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാവില്ലല്ലോ എന്നിങ്ങനെ തിരിച്ച് മാഷ് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ചീരുവിൻ്റെ കാര്യം എന്തായി? രഘുവേട്ടനും അമ്പിളിയേച്ചിയും ഇന്നവിടെ നിൽക്കുകയാണത്രേ. കാരണം ഇന്നവിടെ അവർ നിൽക്കാൻ താല്പര്യം പറഞ്ഞപ്പോൾ അവരവിടെ നിൽക്കുന്നു. അത് നല്ല കാര്യം. പിന്നെ അച്ഛനിവിടെ ഉണ്ടായിട്ടും വിനയൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കാൻ ചെല്ലാത്തതിൽ അതിലൊരു പരിഭവവും പരാതിയൊക്കെ അവർ പറഞ്ഞു അത്രേ. അതിനെന്താ മോളെ, നമുക്ക് നാളെ തന്നെ പെട്ടെന്ന് പോകണം, ഇന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല എന്തൊക്കെ ഇങ്ങനെ അനുഭവം പറഞ്ഞിട്ട് അനുഭവം പറയണം. അച്ഛാ, ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഞാൻ ഇന്ദ്രേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. അത് കേൾക്കുന്ന മാഷിന് ദേഷ്യം പിടിച്ച് എന്തിനാ നീ അങ്ങോട്ടേക്ക് പോയത് എന്ന് പറയുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റുകളും മോൻ്റെ ജനന സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് എന്തായി? അവർ നിന്നെ അതിനൊക്കെ അനുവദിച്ചോ? ഇല്ല, ആദ്യത്തിൽ അനുവദിച്ചില്ല, പിന്നെ സത്യൻ പറഞ്ഞപ്പോൾ അനുവദിച്ചു എന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് മാഷി പറയണേ, എന്തായാലും അതൊക്കെ എടുത്തു പോകുന്നല്ലേ. അവിടെ അനുവദിക്കുന്ന സമയത്ത് അച്ഛൻ ഞാൻ അത്ഭുതകരമായ ഒരു സംഭവം കണ്ടു. എന്ത് സംഭവം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്രതീക്ഷിതമാണെങ്കിലും അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. എന്താ എന്ന് ചോദിച്ചിട്ട് ആ സത്യങ്ങൾ വെളിപ്പെടുത്താണ് കേട്ടോ. അതായത് ഇന്ദ്രേട്ടൻ്റെ കട്ടിനടിയിൽ നിന്ന് ആ ബാഗ് കിട്ടിയതും ആ ബാഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ലെന്നോ, ആ ബാഗ് ഞാൻ കൊണ്ടുവച്ചാന്ന് സത്യം പറഞ്ഞപ്പോൾ അതിനെ പിടിച്ച് തൂങ്ങിയതും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ മാഷ് പറയണേ, ഇതാണ് അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്നത്. ഇതിൽ ആരാണ് പങ്കാളി എന്നേ എനിക്കറിയേണ്ടതുള്ളൂ. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ആ ബാഗ് തട്ടിപ്പോയപ്പോൾ നിൻ്റെ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കുക ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് എൻ്റെ മനസ്സിൽ അന്നേ ഞാൻ കുറിച്ചിരുന്നു. പക്ഷെ അത് ഇവരായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്തായാലും ഇതിൻ്റെ പിറകിൽ ഇന്ദ്രനാണോ അതോ സുശീലയാണോ എന്ന് എനിക്കറിയേണ്ടതുള്ളൂ. അതോ ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാണോ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ അനുഭവം ഇങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തായാലും അവർക്കൊക്കെ ഇതുപോലത്തെയുള്ള ദുഷ്ടപ്രവർത്തികൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നും പറയുന്നു കേട്ടോ.
ഇതൊക്കെ കേട്ടിട്ട് അനുപമക്ക് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. പിന്നീട് രാത്രിയിലാണ് കാണിക്കുന്നത് മുരുകൻ ഇങ്ങനെ സത്യൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സുശീലാൻ്റിയുടെ മകനാണോ എന്ന് ചോദിച്ച ഉടൻ തന്നെ സത്യനോ മുരുകനോട് മുരുകൻ നീ എന്നെ അറിയില്ലേ? അപ്പം നിങ്ങൾക്ക് എന്നെ അറിയാലേ, പിന്നെ നിന്നെ എനിക്കറിയാതെ ഞാനും നീയും ആയിരുന്നു നിൻ്റെ വീട്ടിലോട്ട് ഞാൻ വിരുന്ന് വരുമ്പോൾ ഏറ്റവും കൂട്ടായി നിന്നിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആണോ എന്നാൽ എൻ്റെ ഓർമ്മകളിൽ അതില്ല. അപ്പോഴാണ് പ്രതിഭ കടന്നു വരുന്നത്. പ്രതിഭയെ കണ്ട ഉടൻ തന്നെ ഇങ്ങനെ മുരുകൻ ചോദിക്കുന്നുണ്ട്, നീ ഉണ്ട് ഇല്ലേ, നിന്നെയാണല്ലേ സത്യം കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ മുരുകേട്ടാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അത് എനിക്ക് സുശീലാൻ്റിയെ കാണണം. അതെന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തമ്മിലുള്ള ചെറിയൊരു കൊട്ടേഷനാണ്, പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന പണിയാണ്, കുറച്ച് പണമിടപാടാണ് എന്നൊക്കെ പറയുമ്പോൾ സുശീല ആ വഴി വന്നിരിക്കുന്നു. സുശീലയാണെങ്കിലോ മുരുകനെ കണ്ടവിടെ തന്നെ വീണോടുത്ത് കിടന്ന് ഉരുളാണ്. എന്നിട്ട് മുരുകൻ പറയുന്നുണ്ട്, ദേ സുശീല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ എന്നോട് 2 ദിവസത്തിനുള്ളിൽ പണം തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ പണം തരാത്തത്? പോലീസിൽ ഞാനൊരു പരാതി നിങ്ങൾക്കും ഹർഷയ്ക്കും പേരിലാണ്ട് കൊടുത്താൽ ഇതോടുകൂടി അങ്ങ് തീരും. മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ പറഞ്ഞതും പോരാ, അത് തട്ടിയെടുത്ത് വന്നിട്ട് പിന്നീട് നിങ്ങൾ രണ്ടുപേരും കൈമലർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് മുരുകൻ തന്നെ ചൂടാകുമ്പോൾ സുശീല ആകെ ഉരുണ്ട് കളിക്കുകയാണ്. ഇത് കേൾക്കുന്ന സത്യനും പ്രതിഭയൊന്നും ഞെട്ടിപ്പോണ്. തൻ്റെ അമ്മ ഇത്രയും വൃത്തികെട്ടവളാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ്. ഇതേ സമയം സുശീല സത്യൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം. നീ അങ്ങ് കേസ് കൊടുക്കുക. ഏത് മാഷ് എന്ത് മാഷ്? ഞാനിപ്പോൾ മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ പറയും. എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ച് പറയരുത്. നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിർത്തിക്കോ. അപ്പോൾ ആദ്യം തന്നെ സത്യം പറയുന്നുണ്ട് കയറിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഞാൻ 2 കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിയത്. പിന്നെ അങ്ങനെ സുശീല പറയാണ് ഓരോന്ന് കുടിച്ചും കൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളും, മര്യാദക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല എൻ്റെ കേസ് കൊടുത്താലുണ്ടല്ലോ പിന്നെ നിങ്ങൾ അഴി എണ്ണേണ്ടി വരും. നീ അങ്ങ് കേസ് കൊടുക്കുക, മാഷിൻ്റെ ബാഗ് ഞാൻ എടുത്തു അത്രേ, അങ്ങനെയുണ്ടെങ്കിൽ നീ കേസ് കൊടുക്കുക, അതൊന്നും കാണണമല്ലോ എന്നും പറഞ്ഞ് സുശീല റൂമിൽ കഥകടച്ചതിന് ശേഷം സുശീല നെഞ്ചത്ത് കൈവെക്കണം കേട്ടോ. ഈശ്വര പെട്ടല്ലോ, ഞാൻ ഇതിന് എന്ത് മറുപടി നൽകും എന്ന വേവലാതിയും വേചാറൊക്കെ സുശീലയുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അങ്ങനെ ആ പരിവേഷത്തോടു കൂടി നിൽക്കുമ്പോൾ മുരുകൻ പറയണേ ഞാൻ എന്തായാലും ഇതിനൊരു തീരുമാനം എടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് മുരുകൻ പറഞ്ഞ ഉടനെ അവിടെ ചോദിക്കുകയാണ് സത്യൻ, മുരുക സത്യത്തിൽ എന്താ പ്രശ്നം? അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം മുരുകൻ സത്യന് മുന്നിൽ വിളമ്പാണ്. ഇതേ സമയം അത് പറയുന്നതിന് മുന്നേ പറയുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങൾക്ക് അർഹതയുള്ള പണമാണെങ്കിൽ ഞാൻ തീർച്ചയായും മേടിച്ചു തരും എന്ന് സത്യൻ പ്രതിജ്ഞ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ മുരുകൻ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു എന്ന് സുശീലയും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മുരുകനോട് പറയണേ അതിനെന്തായാലും ഞാൻ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരും. ഇപ്പോൾ തൽക്കാലം മുരുകൻ ഇവിടെ നിന്ന് പോ. അത് കേൾക്കുന്ന പ്രതിഭ പറയുന്നത് ശരിയാണ്, നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളിവിടെ നിന്ന് പോ. അവയുടെ കയ്യിൽ ഈ സമയത്തൊന്നും പണം ഉണ്ടാവില്ല, പണം കിട്ടിയാൽ നിങ്ങളെ വിളിക്കുക. സുശീലാൻ്റിയുടെ മകനാണ്, നീയും അതുപോലെ പറ്റിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണെന്ന് പറഞ്ഞു വിടുന്നു കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി ഇന്ദ്രൻ്റെ മുന്നിൽ സുശീല ഇരിക്കുകയാണ്. അങ്ങനെ പരിങ്ങി കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പൊൻ്റെ അമ്മേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത്? കട്ടും മോഷണവും അതൊക്കെ ചീത്ത പ്രവൃത്തിയാണ്, എന്തിനാണ് നിങ്ങളത് ചെയ്ത്? അതിനാരും ഞാൻ മോഷണം ചെയ്തു എന്നാ പറഞ്ഞ് ഞാൻ അങ്ങേരുടെ ബാഗൊന്നും എടുത്തിട്ടില്ല. പിന്നെ അനന്തമാഷിൻ്റെ ബാഗ് ഇവിടെ വന്നു എങ്ങനെ? അതും അനുപമയുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയില്ലേ? അത് കേട്ട ഉടനെ സത്യം പറയാൻ എടുക്കാതെ ആ ബാഗ് ഇവിടെ വരുമോ? ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങേരെ എടുക്കുകയാണെങ്കിൽ അങ്ങേരെ എന്താ ചെയ്യുക? അങ്ങേരല്ല ചെയ്യുക, ആ മുരുകനും ആ മാഷും ഇനിയിപ്പോൾ ബാഗിൻ്റെ കാര്യത്തിൽ കേസ് കൊടുത്ത അമ്മ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതേ ചോദ്യം അവിടെ ഇന്ദ്രനും ചോദിക്കാനായിട്ട്. അപ്പോൾ തന്നെ സുശീല അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ അനന്തമാഷിൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു എന്നുള്ളത് സത്യം തന്നെ, അതൊക്കെ നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയോ? എൻ്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവിച്ചത്, പക്ഷേ ഒരാളുടെ മോഷണം ചെയ്യുന്ന പ്രവൃത്തിയും കട്ടും തിമർത്തുള്ള പരിപാടികൾ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എന്ത് സ്വഭാവമാണ് അമ്മയെ ചെയ്യുന്നത്? എത്ര വൃത്തികെട്ട സ്വഭാവമാണ് തട്ടിപ്പറിയും മോഷണമൊക്കെ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ സുശീല പറയുന്നത് ഇതൊക്കെ ചെയ്ത് നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയോ? എന്തിനാ അമ്മ ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യുന്നത്? പിന്നെ ഞാനിവിടെ നിന്ന് അതിരാവിലെ ഇവിടെ നിന്നും പോയത് നിങ്ങൾ അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാനായിരുന്നോ എന്നിങ്ങനെ സുശീലയോട് വീണ്ടും ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, അമ്പലത്തിലോട്ട് എന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷെ അമ്പലത്തിലോട്ട് നിനക്ക് വഴിപാട് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താണ് എന്നോട് പറഞ്ഞത്? വഴിപാട് ചെയ്തിട്ടൊന്നും ഇങ്ങനെയുള്ളതിനൊന്നൊരു കാര്യമില്ല എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അപ്പം ഞങ്ങളുടെ പൊട്ട ബുദ്ധിയിൽ ഉദിച്ച ബുദ്ധിയാണ്, എന്തായാലും ഞങ്ങളെ രക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ്, നീ എന്നെ ഈ കുറ്റം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ സത്യം പറയണേ ഏത് കുറ്റവും ഇന്ദ്രേട്ടൻ ഏറ്റെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കുറ്റവും ഇന്ദ്രേട്ടൻ അങ്ങ് ഏറ്റെടുത്തോ, ഇതോടുകൂടി അമ്മയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്, ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല, അമ്മ ചെയ്ത് തെറ്റ് തന്നെയാണ്, അമ്മ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തിക്കോളൂ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഇന്ദ്രൻ പറയുമ്പോൾ തന്നെ സത്യം പറയണേ
ആ അമ്മയെ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ പറയാം, അതമ്മ ചെയ്യോ? എന്ത് മാർഗം എന്ന് സുശീല ചോദിക്കുമ്പോൾ, അനന്തമാഷിൻ്റെ കാല് പിടിച്ച് അങ്ങേരോട് എല്ലാത്തും ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞേക്ക്. ഇതോടുകൂടി ആ പ്രശ്നത്തിനൊരു പരിഹാരമാവും. അത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്നാൽ ഇന്ദ്രൻ അതിനൊപ്പം നിൽക്കില്ല എന്നാണ് സുശീല കരുതിയത്. പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെ ഇന്ദ്രൻ കൊടുത്തിരിക്കുന്നു. ഇന്ദ്രൻ പറയാണ്, അത് തന്നെ വഴിയുള്ളൂ. അല്ലാതെ ഇക്കാര്യത്തിൽ അമ്മയെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങേര് ആ അനന്തമാഷ് എന്ന് പറയുന്ന ആൾ ഇനി കേസ് കൊടുത്താൽ ഇതിൻ്റെ പേരിൽ പോലീസും കേസും ഒക്കെ ആയിക്കഴിഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും അതിന് അയാളുടെ പണം ഞങ്ങൾ എടുത്തില്ലല്ലോ. പണം എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല, ബാഗ് ഒരാൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോയാൽ അതൊരു മോഷണം തന്നെയാണ്. അതമ്മ ആലോചിക്കണം. എന്തായാലും അമ്മക്ക് ഇനി സത്യം പറയുന്നത് പോലെ അനന്തമാഷിൻ്റെ കാലങ്ങ് പിടിച്ചേക്കും. അത് കേൾക്കുന്ന സുശീല ദേഷ്യത്തോടു കൂടി ആ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇന്ദ്രൻ, അമ്മ ഒന്ന് അവിടെ നിന്നേ, അമ്മ മര്യാദയ്ക്ക് അനന്തമാഷിനോട് മാപ്പ് പറയുക തന്നെ ചെയ്യേണ്ടത്, അല്ലാതെ ഇതിനൊരു വഴിയില്ല. നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ 2 മക്കൾ എന്നെ കൈ ഒഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. മാതിരിയോട് ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സുശീല പറഞ്ഞിട്ട് അകത്തോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു സാധനം തന്നെ എന്ന ലെവലിൽ ഇന്ദ്രനും സത്യനും നിൽക്കുന്നു കേട്ടോ. അങ്ങനെ സുശീല തന്നെ മാപ്പ് പറയണം എന്നുള്ള തീരുമാനം സത്യനും ഇന്ദ്രനും കൂടി എടുക്കുകയാണ്. ഇതേ സമയം സുശീല ആകെ പെട്ടുപോവാണ്.